ലാലേട്ടന്റെ ആ ചാട്ടം എന്റെ മോനെ ഒരു രക്ഷയില്ല എന്ന് പറയാത്തവരായി തുടരും സിനിമ കണ്ടാരും ഉണ്ടാവില്ല. ആ ചാട്ടം മാത്രമല്ല, മൊത്തത്തിൽ അതിലെ വില്ലനാണെങ്കിലും മറ്റു സംഭവങ്ങളും ഒക്കെ ഓക്കെ. പക്ഷെ ലാലേട്ടൻ അടിച്ചിട്ടുള്ളൊരു കംബാക്ക് എന്ന് പറയുന്നത് ഒരു നടന്മാരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലൊരു കംബാക്കാണ്. അതിന് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, പ്രേക്ഷക പ്രീതി എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ്. അതിനുശേഷം OTT-യിൽ വന്ന് വീണ്ടും ആ ഒരു പറച്ചിൽ ഇത്രയും കരയപ്പോ ചെറിയ രീതിയിലൊന്ന് കുറഞ്ഞിരുന്നത് വീണ്ടും കത്തി കയറാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ആ ചാട്ടം എന്താ റിയാക്ട് ഉള്ളത്? ലാലേട്ടന് നിൽക്കുന്ന ദേഷ്യമാണോ? അല്ല, എന്തിനു ദേഷ്യം കാണിക്കണം? അതും ഈ തുടരും സിനിമ കാണാൻ. അപ്പോ ആ PK ട്രോളിന്റെ ഒരു ട്രോൾ അതിന്റെ വന്നിട്ടുണ്ട്. ഏകദേശം 6 മിനിറ്റുള്ള 6 50 ഉണ്ട്, 7 മിനിറ്റോളമുള്ളതാണ്. പക്ഷെ കണ്ടാൽ വർത്ത് വർമ്മ വർത്ത് കണ്ടുനോക്കാം. റെഡി. പണ്ടൊരു പുലിമുരുകൻ കാട്ടി ഇറങ്ങി, ഇന്നൊരു ഒറ്റ കൊമ്പ് ഇറങ്ങി. ഒറ്റ കൊമ്പനെന്ന് വെച്ചാ അങ്ങനെ മുണ്ടും മുടങ്ങി കുത്തിയ ഇവിടെ ഉള്ള ഒരുത്തരും ഇല്ല ഉരുണ്ടിൽ. ഇപ്പോഴും അതിന്റെ എന്താ പറയേണ്ടത്? മാസ്, അടാറ്, തീപ്പൊരി എന്നൊക്കെ പറയേണ്ടി വരും. നമ്മളത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഇത് ഇപ്പോഴും വിട്ടുമാറുന്നില്ല. നമുക്ക് ഇത് ആദ്യം തൊട്ട് ഒന്നും കാണാം. നിനക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലടാ. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ സമയം എടുത്തല്ലടാ കഴിവേറി. ചെറ്റത്തരം പറയണ നീ ഞങ്ങളുടെ വാരിക്കുഴിയിൽ വീണ ഒറ്റയാനല്ലടാ. നിന്റെ ദാഹവും വിശപ്പൊക്കെ എന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയടാ. ആഞ്ജനേയ സ്വാമി. വെറുതെ ഒരു ഫൈറ്റിനേക്കാൾ ഉപരിയായിട്ട് ആ നായകൻ അടിക്കണമെങ്കിൽ അവിടെ ഇരിക്കുന്ന തിയേറ്ററിലുള്ള ആളുകളുടെയൊക്കെ കൈ പെരുത്ത് നിൽക്കുന്ന സമയത്ത് അടി പൊട്ടാവുള്ളൂ എന്നുള്ള നിർബന്ധം മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊന്നത് രാജാവ് നിന്നെ കൊണ്ട് തന്നെ തീറ്റിച്ചു. ആ ആനക്കുട്ടിക്ക് വേണ്ടി ഏതൊറ്റക്കൊമ്പം വന്നാലും കൊല്ലും. കുറെ കണ്ടീഷൻസ് എനിക്ക് പേരെത്തങ്ങോട്ട് വരും. കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണ. അടി വന്നാവട്ടോ, അത് ഉറപ്പാ. അതന്നെ കയ്യും കാലൊടിച്ചൊരു മൂലക്കാക്കണം. ഇനി ജമ്പത്തിലെ വണ്ടിട്ട് നടക്കണം. അഭി ദേക്കോ ചൂപ്പിസ്ഥാനു. ഇപ്പോഴെങ്ങനെ തട്ടാൻ തട്ടിയോ? ഞാനൊരു സ്ഥലത്തിറങ്ങിയാൽ ആന കരിമ്പും കാട്ടി കയറുന്നത് പോലെയാ. ചവിട്ടി മെതിച്ച് മതിച്ച് ഇറങ്ങും കേട്ടാ. തോട്ടപ്പള്ളി സുരേന്ദ്ര. இது ஒரு ஒத்த யானைக்கு மதம் பிடிச்சா எப்படி இருக்கும், அந்த மாதிரி இந்த இடம் இருக்கணும் சார். ஃபைட் முடியறப்போ ஒரு தனி யானைக்கு மதம் பிடிச்சப்போ எப்படி இருக்குமோ அந்த மாதிரி இந்த இடம் மாத்திரம் நீங்க அப்படி சொல்லியாச்சு. ദാറ്റ്സ് എനഫ്. എനിക്ക് അച്ഛന്റെ മുഖത്ത് നിന്ന് അത്രയും കേട്ടാ മതി. എന്റെ സുമതിയെ കേട്ടാ മതി. വലിയ കെങ്കേമനടി പറയാൻ വയ്യ മൊയ്തുക്കാ. രോമണീച്ച് നിൽക്കണ്. അവിടെ കിട്ടിയുള്ള തീരണ്ടല്ലോ. ഓരോ ഇടിക്കും ഓരോ കിണ്ടലാണ് വെയിറ്റ്. എന്റെ അമ്മോ, എന്റെ ഞങ്ങൾക്ക് കീറിപ്പോയി. ഇയാൾക്ക് 2 എണ്ണം കിട്ടേണ്ടത് ഇപ്പൊ ഒരാവശ്യം. കൊള്ളട്ടെ കൊള്ളട്ടെ. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേന് ഇങ്ങനെ പറ.
Here I come. Oh, here I come. Oh. അതൊരു മൊത്തലാണ്. അന്നും നമ്മൾ അതിന് ശേഷം ആ ഒരു ഇപ്പത് കാണുമ്പോൾ ആ ഒരു ത്രില്ലുണ്ടല്ലോ. കണ്ട രോമൊക്കെ എണീറ്റ് നിന്ന് പക്ഷെ പഠിക്കണം. நீங்க யோசிச்சு பாருங்க, வேற யாரெങ്കിലും ஜம்ப் பண்ணா அந்த மாதிரி ஒரு ஸ்டைல் வருமா? வராது. பட் அவருக்குன்னு ஒரு பாடி லாங்குவேஜ் இருக்கு. സത്യത്തിൽ ചാച്ചന് എത്ര പ്രായം? നിന്നേക്കാളപ്പോ അങ്ങനെ മുണ്ടും മടങ്ങി കുത്തിയ ഇവിടെ ഉള്ള ഒരുത്തരും ഇല്ല ഉരുണ്ടില് ഒളിച്ചടുക്കിയിട്ടുണ്ട് ലാലേട്ടൻ. அவர் ஸ்கிரீன்ல அந்த வரிகளில் பார்க்கும்போது அப்படி இருந்துட்டு இருக்கும்ல, அந்த ஒரு 4 வரி. அடிக்கிற அடியில் அட தவுளும் கிழிஞ்சு தொங்கட்டும், அடிச்சது யாரு வெறும் சத்தம் கேட்டு சொல்லட்டும். സാധനം മാസ് എന്ന് പറഞ്ഞാ പോരാ, മരണ മാസ്. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ ഒക്കെ. നിന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ ഒറ്റ വീണ്ടും കാട് കയറിയുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ആറാട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താടാ എല്ലാത്തിനും തൊണ്ടടഞ്ഞോ? എങ്ങനെയുണ്ട്? വെറുതെ ഫയറാണ് കേട്ടോ. തീയാണ് പാട്ട്, തീയാണ് സ്ക്രിപ്റ്റ്, തീയാണ് ഡയറക്ടർ, തീയാണ് ഇതിന് ക്രൂ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്ര വിജയമായത്. അതിനൊറ്റ കാരണമുള്ളൂ, ലാലേട്ടൻ. യെസ്, സംവിധായകൻ നമ്മൾ മറക്കുന്നില്ല, അത് വേറെ കാര്യം കേട്ടോ. അതൊക്കെ ഉണ്ട്. എന്റെ പുണ്യാളം കൊണ്ടുവന്ന ഇവനെ ഗംഭീര കഥകൾക്കൊപ്പം തന്നെ തുടരട്ടെ. വിജയങ്ങളും സംഭവിക്കട്ടെ. താങ്ക് യു. Once upon a time there lived a ghost. He's not a myth anymore. ഇത് നമ്മൾ കുറെ വട്ടം പറഞ്ഞതാണ്. അതായത് നമ്മുടെ റിവ്യൂല് അത് ലാലേട്ടനെ യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളുടെ കയ്യിൽ കിട്ടിയപ്പോൾ കളി മാറി എന്നുള്ളതാണ്. കാരണം എത്ര സിനിമകൾ ലാലേട്ടനെ ഉപയോഗിക്കാതെ വെറുതെ അത്ര നല്ലൊരു നടനെ കിട്ടിയിട്ട്, അത്ര നല്ലൊരു നാച്ചുറൽ ബോൺ ആക്ടറിനെ കയ്യിൽ കിട്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആക്കി കളഞ്ഞു എന്നാണ് പറയാനുള്ളത്. ഈ ലാലേട്ടനേക്ക് എന്തിനാ ആർട്ടിഫിഷ്യൽ ആക്കണം? വെറുതെ കഥ പുറപ്പെടുത്താതെ പുള്ളി നിന്ന് അഭിനയിച്ചോളൂ. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ കിട്ടിയിട്ട് വരെ കോളാക്കുക എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ തരുൺ മൂർത്തി എന്ന് പറയുന്ന ഫാൻ ബോയ്, അദ്ദേഹത്തിന്റെ കയ്യിൽ, അല്ലെങ്കിൽ ഫാൻ ബോയ് എന്നുള്ളൊക്കെ പോട്ടെ, നല്ലൊരു ഡയറക്ടർ എങ്ങനെ കഥ പറയണം നമ്മുടെ പ്രേക്ഷകനെ, ഇപ്പൊ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞ അടിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ അടി വീണെന്ന് നമ്മൾ പ്രേക്ഷകരുടെ കൈ തരിച്ചു നിൽക്കുന്ന സമയത്ത് അടിക്കണം എന്നുള്ളത് നിർബന്ധം ഉണ്ടായത് പറഞ്ഞത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരു സിനിമയെ കുറിച്ച് ഒരു ഉള്ളും അറിയാത്ത ആളുകൾ വരെ ഒരു പക്ഷേ പറയുന്ന കാര്യമായിരിക്കും. അടിപ്പടം കാണുമ്പോൾ അടിക്കണം തോന്നുമ്പോൾ അടിക്കണം, അല്ലേ? ഒടുക്കണം എന്ന് തോന്നുമ്പോൾ നോക്കാൻ വേണ്ടി അടിക്കുന്ന പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടി മറ്റൊന്നെ ഓർമ്മ വരുന്നത്. ആ സമയത്ത് അടിക്കണം എന്ന് പറഞ്ഞാൽ അത് വരെ അത് കറക്റ്റ് കൊണ്ടുവരുന്നതിലാണ്. അങ്ങനെ തോന്നുന്ന ആളുകൾ കഥയിൽ ഏതാണ് ആ മൊമെന്റ്, ഏതാണ് ആ സ്ഥലം, എവിടെ എങ്ങനെ ചാടി, അപ്പൊ ആ ഫ്രെയിമിൽ ചാടുന്ന സാധനം സിൽവ എന്തോ ആരാണെങ്കിലും അത് എന്താ രസം. അത് സ്റ്റൺ സിൽവ പുള്ളിക്കാരൻ പറയുന്ന പോലെ ആ ചാട്ടം വേറെ ആര് ചാടിയാലും അത് കിട്ടില്ല. വേറെ രസമുള്ള ചാട്ടങ്ങൾ വേറെ കിട്ടുമായിരിക്കാം, പക്ഷെ അതിന്റെ സ്റ്റൈലിലല്ലോ. ആ കൈ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇറങ്ങുന്ന ആ ഫ്രെയിമിൽ നിറഞ്ഞിങ്ങനെ നിൽക്കാനല്ല കേട്ടോ. ഓറ നമുക്ക് ചുറ്റും കാണാം. എന്നിട്ട് കാലിങ്ങനെ വലത്തേക്കാരെ വന്ന് ഇടത്തേക്കാരെ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ നിന്നിട്ട് ചാടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഒരു കാറ്റടിച്ചിട്ട് ഷർട്ട് ഇങ്ങനെ ആവുന്നു, എന്നിട്ടൊരു നോട്ടം. അത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ നമ്മൾ നിന്റെ കൂടെ പറഞ്ഞ ഒറ്റേനെ ഇറങ്ങി എന്ന് പറയണത് മാസ് ഡയലോഗ് പറയുന്ന പോലത്തെ സംഭവമല്ല. അവിടെ ആ വികാരം, ആ ക്യാരക്ടറിന്റെ ഡെപ്ത്, അയാളെ എങ്ങനെയാണ് ഡയലോഗ് പറയണം അങ്ങനെയാണ് പറയണത്. വെറുതെ ഒരു മാസ് ഡയലോഗ് പറഞ്ഞ മാസാക്കി നിന്റെ കൂട്ടുകാർ പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയല്ല. ആ ഇമോഷൻ അടിക്കണേന്റെ ആ അടീന്റെ പവറും ആ എന്താ പറയാ എന്തൊക്കെ പറഞ്ഞ അടിയിലുള്ള ഒരു
തളർച്ചയും അതിൻ്റെ ഒപ്പം അയാളുടെ മനസ്സിലുള്ള തളർച്ചയും എല്ലാം കൂടെ ഞാൻ അത് തീർക്കും എന്നുള്ള സാധനം അതൊക്കെ കറക്റ്റായിട്ട് അവിടെ വരുന്നുള്ളൂ. ഓരോ ഡയലോഗ് ഡെലിവറിയിൽ പോലും ആൻഡ് ഇതിൽ വളരെ മനോഹരമാണ്. കൈ ഇങ്ങനെ വിറക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്, കൈകൾ വരെ അഭിനയിക്കുക എന്ന് പറഞ്ഞ സാധനം ഭയങ്കര രസമാണ്. ആൻഡ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേ ഇവനുണ്ടല്ലോ ഫഹദിന്റെ അനിയൻ, പുള്ളിനെ അടിച്ച് നിരത്തിയിട്ടിട്ട് ഒരു ചിരി ഇങ്ങനെ നോക്കിയിട്ട് ചിരി ഉണരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിരി ഉണ്ട്. ആ സതയം സിനിമയിൽ ആ സാധനം വന്ന് ശരിക്കും അവിടെ ഈ രണ്ട് കവളുടെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു തുളുമ്പിലൊക്കെ വന്നിട്ട് ഒരു ചിരി കണ്ണിലും ഭയങ്കരമായിരുന്നു. അപ്പോൾ തുടരും സിനിമ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് OTT വന്നിട്ടുണ്ട്, ഇനിയെങ്കിലും കാണാൻ ശ്രമിക്കുക. അത് അമ്മതിരി പടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. മലയാളം സിനിമ പ്രേക്ഷകനാണെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു നഷ്ടമായിരിക്കും, തീരാ നഷ്ടം.